നെല്ലിക്ക അച്ചാറിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം നെല്ലിക്ക, ഒരു 18 എണ്ണം കേട്ടോ, ഏകദേശം 18 എണ്ണത്തോളം വരും. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ട് ആവി വരണം കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിനൊന്ന് ആവിയേറ്റിയിടുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നോക്കൂ, നല്ല ലെയറായിട്ട് ഒക്കെ എല്ലാം അടന്ന് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ബോയിലായിട്ടുണ്ട്. നമുക്കിതിന് വേണമെങ്കിൽ കൈ കൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ലെയറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത്ര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ നെല്ലിക്കേനെ എല്ലാത്തിനും ഞാനായിട്ട് കട്ട് ചെയ്തൊരു ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുള്ളൂ, ഒരു 18 എണ്ണം, ഏകദേശം 400 ഗ്രാം നെല്ലിക്ക. നമുക്കിനി ഇതിന് ചെയ്യാനുള്ള പാത്രം വയ്ക്കാം. ഞാനൊരു കട്ടിയുള്ള ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ എണ്ണ ചൂടായി. ഞാൻ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് റെഡ് ചില്ലിയാണ്. ഉണക്കമുളക് ഞാൻ അതിൻ്റെ ഒരു 3-4 ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കട്ട് ചെയ്ത് അതിലിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഒരു 4-5 പീസ് പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും അച്ചാറിന് ഉപയോഗിക്കേണ്ടത് മെയിനായിട്ട് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയിലാണ് അച്ചാർ കൂടുതൽ ഉണ്ടാക്കുക. നമ്മൾ എള്ളെണ്ണ എന്നും കൂടി പറയും. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ അച്ചാറുകളെല്ലാം മെയിനായിട്ട് ഈ ഫോർമാറ്റിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നെല്ലിക്ക അച്ചാറാണ് ചിലപ്പം ഒരു അല്പം കയ്പ്പും എരിവും പുളി എല്ലാം കൂടി ചേർന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ചെറിയ പീസ് ഇഞ്ചി. അതിനെ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അച്ചാറിലൊരു ഇഞ്ചിയുടെ ഒരു കഷ്ണം കടിക്കുന്ന പറഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റാണത്. ചെറുങ്ങനെ ഇഞ്ചി മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു 10 അല്ലിയിൽ മേലായിട്ട് ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പൊടിയാക്കരുത്. ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, പൊളിച്ചെടുത്തിരിക്കുകയാണ്. ഒരു 10 അല്ലിയിൽ മേലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ. വെളുത്തുള്ളി ചെറുങ്ങനെ മൂത്തതിന് ശേഷമാണ് നമുക്ക് മസാല ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ലെണ്ണ എടുക്കാൻ തന്നെ ശ്രമിക്കുക. മിക്കതും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എണ്ണ കാറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അച്ചാറിന്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ചെയ്യുക കടുകെണ്ണയാണ് അവർ യൂസ് ചെയ്യുക. നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ പിടിക്കത്തില്ല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാറിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടിയൊക്കെയാണ്. അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നന്നായിട്ട് മൂപ്പിച്ച് എണ്ണയിൽ തന്നെ ഇതായി കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു എരിവ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം. ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് സ്പൂണിൽ ഒരു 3 സ്പൂൺ മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂട്ടാം. ഒരു ഇത്തിരി കുറവ് മതിയെങ്കിൽ നമുക്ക് ഇത്തിരി കുറച്ചെടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സൈഡ് കൂടിയൊക്കെ ഇളക്കി നന്നായിട്ടൊന്ന് നമുക്കിതിനെ ഇളക്കിയെടുക്കണം. നമ്മുടെ അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലിടണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ച് വയ്ക്കണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചൂടുവെള്ളമാണ് വയ്ക്കേണ്ടത്. ഞാനിവിടെ ചെറിയ ഒരു കെറ്റിലിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ചൂടുവെള്ളം വയ്ക്കും. അതിന് ശേഷം നമ്മൾ വിനീഗർ ഒഴിക്കുക.
ഞാൻ കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എള്ളെണ്ണ തന്നെ കുറച്ചും കൂടി ഒഴിച്ചു, കാരണം അതൊന്നും കൂടി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിന് ശേഷം നമുക്ക് വിനീഗർ ഒഴിക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ആ മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറണം കേട്ടോ. കരിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞാൽ ചെറിയ തീയിലിടണമെന്ന്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റേ മാറിപ്പോവും. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളേ, ബാക്കി നമുക്ക് വിനീഗർ ഒഴിക്കാം. കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കിറ്റില്ല, അപ്പോൾ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണത്, അങ്ങനെ ഇളക്കി അതിൻ്റെ നല്ല ടൈറ്റ് ആക്കണം. നല്ല രീതിയിൽ തന്നെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ സൈഡും കൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇളക്കി മസാല നല്ല ഇതാക്കണം. ഇപ്പോൾ ടൈറ്റായിട്ട് വരുന്നുണ്ടല്ലേ, മസാല നന്നായിട്ട് ടൈറ്റായിട്ട് വരും. നല്ല കുറുകി നല്ലതായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് കുറച്ച് ലേശം വേണമെങ്കിൽ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം മസാല നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു, അപ്പോൾ അത് വീണ്ടും ടൈറ്റ് ആവത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. മസാല വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിൽ വിനീഗർ ചേർക്കണം, അതിന് ശേഷമാണ് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നത്. ഞാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ചേർക്കണം, ഉലുവൊക്കെ ചേർക്കാം, ഉലുവപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. ഒരുപാട് ചേർക്കരുത്, ഒരുപാട് ചേർത്താൽ പുളി കൂടിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള വിനീഗർ ഞാൻ ചേർത്തിരിക്കുന്നത്, കുറച്ചേ ചേർത്തിട്ടുള്ളൂ വിനീഗർ. കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ ഉലുവ പൊടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇവിടെ ഉലുവ വറുത്ത് പൊടിച്ച വേണ്ടി എടുത്തില്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. അപ്പോൾ കായപ്പൊടി ഞാൻ ഇട്ട് ചേർത്തിട്ടുണ്ട്, വിനീഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് കുറുകി വരും കേട്ടോ നല്ലോണം. നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് തീ. കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പ് വേണം, പിന്നെ ലാസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് ഒരുപാട് ചേർക്കരുത്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഉപ്പ്. നമ്മുടെ മസാല ഒക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. തിളച്ചതൊന്ന് കുറുകി വരണം കേട്ടോ. ചെറിയതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഞാൻ ശരിക്കും എല്ലാ വീഡിയോസും മൊത്തത്തിൽ ഒരുപാട് കട്ട് ചെയ്യേണ്ട എനിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. അച്ചാറുണ്ടാക്കാൻ താല്പര്യമുള്ള രീതി തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കി, ഏകദേശം ഉപ്പ് കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അച്ചാറുകളുടെ പൂർണ്ണമായ റെസിപ്പി എല്ലാം ഒരേ റെസിപ്പി തന്നെയാണ്. പിന്നെ അത് മുളക് പൊടി വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും കൊടുക്കാം, ഇത്രേ ഉള്ളൂ. കായപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് തിളച്ചൊന്ന് കുറുകട്ടെ എന്ന്. അപ്പോൾ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ അതൊന്ന് ഗ്രേവി ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ഒരു ടൈറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ടൈറ്റ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് നെല്ലിക്കാനിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി നല്ല തിളച്ചിരിക്കുകയാണ്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, ഞാൻ നെല്ലിക്ക അടർത്തി വെച്ചാൽ നെല്ലിക്കയാണ്. ചെറിയ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല കറക്റ്റ് ലെയറായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെല്ലിക്കയും കൂടി കിടന്ന് അതിന് കിടന്ന് ഇതാവുമ്പോൾ അതൊന്ന് കുറുകി വരും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല കളറൊക്കെ ആയി. കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർ കിട്ടും കേട്ടോ. നിങ്ങളുടെ അടുത്ത് 2 പൊടി ഉണ്ടെങ്കിലും നിങ്ങൾ ചേർക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടി നോർമൽ ഇടുകയാണെങ്കിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇടുക. അപ്പോൾ നല്ല കുറച്ച് കളറായിട്ടും കിട്ടും. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ടൈറ്റായി. ഇപ്പോൾ നെല്ലിക്കയും കൂടി ചേർന്ന് ഒന്ന് ടൈറ്റായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക അച്ചാർ. എന്നിട്ട് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഇതിൽ ചേർക്കേണ്ടത് ലാസ്റ്റ് ചേർക്കേണ്ടത് വേണമെങ്കിൽ കായപ്പൊടി കുറച്ച് ചേർക്കാം. നിങ്ങൾക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് നോക്കണം. പുളി ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. പുളി അധികം ചേർക്കാതിരിക്കാൻ നല്ലത്. കൂടുതലായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് പുളി കൂടി കഴിഞ്ഞാലും കൂടുതലുണ്ടാവില്ല. ഉണ്ടാവും നമ്മുടെ അച്ചാർ കണ്ടോ, നല്ല കുറുകി നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അച്ചാറുണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നുണ്ട്. ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയ ആളാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് അമർക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ നെല്ലിക്കച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കായപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പുതിയ വീഡിയോസായിട്ട് അപ്പോൾ കാണാം. അച്ചാർ തണുത്തതിന് ശേഷം മാത്രം മാറ്റി വയ്ക്കുക. അതും ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് തന്നെ വറുത്താൻ നോക്കുക. നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് തണുത്തായിരുന്നു. ഞാനൊരു ദിവസം രാത്രി ഉണ്ടാക്കിയതാണ്. പകലാണ് ഇത് മാറ്റുന്നത്. ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് മാറ്റി. നല്ലെണ്ണ മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ അച്ചാറിൽ ഓയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ എള്ളെണ്ണ തന്നെ മേലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേടാവാതെ ഗ്ലാസ് ബോട്ടിലിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.